ഹലോ എവരി വൺ. പവർ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. പക്ഷേ അത് കേട്ടുകൊണ്ട് മാത്രം കാര്യമില്ല, നമ്മുടെ ലൈഫിൽ അത് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ബിക്കോസ് ഈ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ പവർ എന്ന് പറയുന്നത് അതിൻ്റെ എനർജി നമുക്കത്, ബിക്കോസ് അതിൻ്റെ ഫ്രീക്വൻസി ലെവൽ ഹൈ ആണ്. സോ നമ്മളത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് നമ്മളെ എനർജിയിൽ ഷിഫ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ സംടൈംസ് നമ്മൾ ലോ ആയിട്ടിരിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പം നമ്മളിപ്പം കുറേ പ്രാക്ടീസസ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചാൽ എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. ബട്ട് ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന സംഭവം നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ, സ്ലോലി പ്രാക്ടീസ് ചെയ്താൽ മതി, ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ ലൈഫിൽ നല്ല ചേഞ്ചസ് ഉണ്ടാവും. അതായത് ഇപ്പം ഗ്രാറ്റിറ്റ്യൂഡ് പറയണമെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, നമ്മളിപ്പം വലിയ വലിയ കാര്യങ്ങൾക്ക് ആദ്യമേ ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ നോക്കിയാൽ നമുക്ക് കിട്ടില്ല. ബിക്കോസ് ഹ്യൂമൻ ബ്രെയിൻ യൂഷ്വലി നമ്മളുടെ ഒരു ടെൻഡൻസി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലാക്കിൽ ഫോക്കസ് ചെയ്യാനായിരിക്കും നമ്മളുടെ ഒരു ടെൻഡൻസി വരുന്നത്. നമുക്ക് അതില്ല ഇതില്ല എന്നൊക്കെ ആയിരിക്കും നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുന്നത്. ഇപ്പം കുറച്ച് നല്ല കാര്യങ്ങളുണ്ടെങ്കിലും നമ്മൾ നെഗറ്റീവിലോട്ടായിരിക്കും നമ്മളെ മൈൻഡ് പോകുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ മൈൻഡ് കുറച്ച് പോസിറ്റീവ് ആക്കി കൊണ്ടുവരാൻ നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യേണ്ട പ്രാക്ടീസ് എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസാണ്. അപ്പോൾ അത് നമ്മൾ നോക്കിയാൽ ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ എനിക്ക് എന്താ ഉള്ളത് എന്ന് ചിന്തിക്കാൻ ചാൻസ് ഉണ്ട്. അത് സാരമില്ല, അത് നോർമൽ കാര്യങ്ങളാണ്. ബിക്കോസ് എല്ലാ മനുഷ്യർക്കും അങ്ങനെയൊക്കെ ചിലപ്പം നമുക്ക് ചിന്തിച്ചെന്ന് വരാം, എനിക്ക് അങ്ങനെ പറയാനില്ല എന്ന്. പക്ഷെ നിങ്ങൾ ഈ ഒരു പ്രാക്ടീസ് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 21 ഡേയ്സ് ചെയ്ത് നോക്കും. ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലൈഫിൽ മിറാക്കിൾസ് ഉണ്ടാവും, ചേഞ്ചസ് വരും. നിങ്ങളുടെ മൈൻഡ് സെറ്റ് തന്നെ ചേഞ്ച് ആവും. അതായത് നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ തുടങ്ങും. സി, ഫോർ എക്സാമ്പിൾ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് വലിയ വലിയ കാര്യങ്ങൾക്ക് തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് പറയണമെന്നൊന്നുമില്ല. സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മളിപ്പം രാവിലെ എണീക്കുന്നു. നമ്മൾ ഇന്നത്തെ ദിവസം രാവിലെ എണീക്കുന്നു, അത് തന്നെ വലിയ കാര്യമാണ്. ബിക്കോസ് ഇന്നലെ ഉള്ള ആൾക്കാർ പലരും ഇന്ന് എണീക്കണം എന്നില്ല, മനസ്സിലാവുന്നുണ്ടോ? സോ നമ്മൾ ബ്രീത് ചെയ്യുന്നുണ്ട്, അതിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. പിന്നെ നമുക്ക് കുടിക്കാൻ വെള്ളമുണ്ട്, അതിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. കഴിക്കാൻ ഫുഡുണ്ട്, അതിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. ദെൻ നമ്മൾക്ക് ഇപ്പം ഹൗസുണ്ട്, അത് ഇപ്പോൾ ഓൺ ആവട്ടെ റെൻറ്റഡ് ആവട്ടെ പ്രോബ്ലം ഇല്ല, നമുക്ക് ഹൗസ് ഉണ്ടല്ലോ. സോ അതിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഡെയിലി ഗ്രാറ്റിറ്റ്യൂഡ് ഒരു 5 വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. ദെൻ സ്ലോലി അതൊരു 10 പോകണം. സോ ഇങ്ങനെ പോയി വരുമ്പോഴത്തേക്ക് പിന്നീട് നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴും നിങ്ങൾ ആ ഒരു നിങ്ങളുടെ നല്ല കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കും. അപ്പം എന്താവുമെന്ന് വെച്ചാൽ ഈ ഗ്രാറ്റിറ്റ്യൂഡ് പറയാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ വരും. മനസ്സിലാവുന്നുണ്ടോ? അതാണ് ഈ ഒരു പ്രാക്ടീസിൻ്റെ ഇത്. സോ ഡെയിലി നമ്മളിപ്പം രാവിലെ എണീക്കുമ്പം നോർമലായിട്ട് നമ്മൾ ചെന്ന് മൊബൈൽ എടുക്കാൻ ചാൻസ് ഉണ്ടെങ്കിൽ ഒന്ന് പോസ് ചെയ്യുക. പോസ് ചെയ്തിട്ട് ഒരു 2-3 ഡീപ്പ് ബ്രെത്ത് എടുക്കുക. എന്നിട്ട് ഒരു 5 ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. ഓക്കെ, ഈ ലൈഫിന് വേണ്ടി ഗ്രാറ്റിറ്റ്യൂഡ് പറയാം, എന്തിനു വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം. ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് എന്ത് വേണോ അത് കണക്കാക്കി നമുക്കത് ചെയ്യാം. അപ്പം അത് പ്രോബ്ലം ഇല്ല. പക്ഷെ ഒരു 5 ഗ്രാറ്റിറ്റ്യൂഡ് എപ്പോഴും നിങ്ങൾ രാവിലെ പറഞ്ഞിരിക്കണം. ഓക്കെ, അതേ കണക്ക് നമ്മൾ രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പേ ഈ പറഞ്ഞതുപോലെ അന്നത്തെ ദിവസത്തിൽ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. ഇപ്പം അത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ, അന്നത്തെ ദിവസം നിങ്ങൾക്ക് നല്ലതായിട്ടൊന്നും തോന്നിയില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ബേസിക് ആയിട്ടുള്ള അമ്യൂണിറ്റീസിനൊക്കെ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. ഇപ്പം നിങ്ങളെ കയ്യിലൊരു മൊബൈൽ ഉണ്ടെങ്കിൽ അതിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ അതിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. ഇങ്ങനെ നിങ്ങൾ സ്ലോലി, സോ ഈ രാത്രി ചെയ്യുമ്പം നമുക്ക് പറയാം, അല്ലെങ്കിൽ എഴുതാം. ഒരു 5 ടൈംസ് എഴുതാം. ഐ എം സോ ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ എന്ന് പറഞ്ഞ് എഴുതാം. ഡെഫിനറ്റ്ലി 21 ഡേയ്സ് നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പം നല്ല ചേഞ്ച് ഉണ്ടാവും. എൻ്റെ ലൈഫിൽ ഞാനിത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരുപാട് ഫ്രണ്ട്സിന് ഞാനിത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവർക്കെല്ലാം ചേഞ്ചസ് വന്നിട്ടുണ്ട്. ബിക്കോസ് നമ്മളുടെ മൈൻഡ് സെറ്റ് പതുക്കെ അതിൽ ഷിഫ്റ്റ് ആവും. ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ ചെയ്യുമ്പം നമ്മുടെ എനർജി ഷിഫ്റ്റ് ആവും. സോ ഡെഫിനറ്റ്ലി ഇതെല്ലാവരും ചെയ്ത് നോക്കണം. ബിക്കോസ് ഞാൻ ഇപ്പോഴും പറയാണ്, ഗ്രാറ്റിറ്റ്യൂഡ് എന്ന വാക്ക് നമ്മൾ അറിഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല. ഡെയിലി നമ്മളത് നമ്മളെ ലൈഫിൽ നമ്മൾ അപ്ലൈ ചെയ്ത് വരണം. ഡെയിലി ഒരു 5 ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ അതൊരു 10 വന്ന് അങ്ങനെ നമ്മൾ ലൈഫിൽ സ്ലോലി ഇത് നമ്മൾ കൊണ്ടുവരണം, ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ്. ഓക്കെ, ഇപ്പം നിങ്ങൾ തന്നെ ഗൂഗിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ യൂട്യൂബ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് പേര്, ഈവൻ സിനി സ്റ്റാർസ് ആവട്ടെ, അവരെല്ലാവരും ഈ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞിട്ടുണ്ടാവും. ആരെ എടുത്ത് നോക്കിയാൽ ഐ എം ബ്ലെസ്ഡ് എന്നുണ്ടാവും. ഈവൻ ലാസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു വീഡിയോയിൽ മോഹൻലാൽ പോലും ഒരു ഇതിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നതായിട്ട് ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു. സോ മോസ്റ്റ് ഓഫ് ദ ഷാറുഖ് ഖാൻ, മോസ്റ്റ് ഓഫ് ദ സ്റ്റാർസ്, പ്രിയങ്ക ചോപ്ര, അങ്ങനെ ഒരുപാട് പേരുടെ തന്നെ ഞാൻ തന്നെ അത് കേട്ടിട്ടുണ്ട്. ഒരുപാട് പേര് അവർക്ക് എപ്പോഴും അവർ ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കും. അത് നമ്മൾ മനസ്സിൽ ചിന്തിച്ചാൽ മാത്രം പോരാ, നമ്മൾ പറയുകയും വേണം, എഴുതുകയും വേണം.
സോ അങ്ങനെ ഒരു ഇത് വരുമ്പം നമ്മുടെ ലൈഫിൽ കൂടുതൽ കൂടുതൽ ഇതേപോലത്തെ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിലോട്ട് വരും. ഓക്കെ, അതുകൊണ്ട് എല്ലാവരും ഡെഫിനറ്റ്ലി നിങ്ങളിത് ചെയ്തു നോക്കണം. നമ്മൾ എന്ത് തന്നെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഈ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് നമ്മുടെ ലൈഫിൽ എപ്പോഴും വേണ്ടുന്ന ഒരു കാര്യമാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്.